ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇപ്പൊ അവൾക്ക് എല്ലാം നേടിക്കൊടുക്കാൻ വരുൺ അവളുടെ കൂടെയുണ്ട്. എപ്പോഴും അവൾക്ക് കൂട്ടായിട്ടുണ്ടാവണേ. അച്ഛൻ എന്നോട് ചോദിക്കായിരുന്നു, പണ്ടത്തെ യാത്രകൾ പോലെ നീ അങ്ങ് പൊയ്ക്കളയോന്ന്. അമ്മ എന്ത് പറഞ്ഞു? പറഞ്ഞത് ഞാനാ. നീ പണ്ടത്തെ പോലെയല്ല, എത്രയും പെട്ടെന്ന് തിരിച്ചു വരുമെന്ന്. അങ്ങനെ ഉറപ്പ് പറയാനൊന്നും പറ്റില്ല. ചിലപ്പോ ഞങ്ങൾ അവിടുന്ന് കാശ്മീരിലേക്കോ ഷിംലയിലേക്കോ പോയെന്നിരിക്കും. അതിനിടയില് ഇയാളുടെ പാസ്പോർട്ടും മറ്റും റെഡിയായി കിട്ടിയാ ഞങ്ങൾ ചിലപ്പോ അതുവഴി വിദേശത്തേക്കും. ഓ, അപ്പോ ഇനി വരുണും രാധികയും കണിമംഗലത്തേക്കില്ല അല്ലേ? ഓ, ഏട്ടത്തിയുടെ ആഗ്രഹം കേട്ടോടാ. അല്ല കൽപ്പന, ഇവരിവിടെ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം ഉണ്ടോ നിനക്ക്? എന്റെ പൊന്നു മുത്തശ്ശി, ഒരു കാര്യം ചെയ്യ്. ഒരു പ്ലാസ്റ്റർ വാങ്ങിച്ച് രാവിലെ തന്നെ എന്റെ വായിൽ ഒട്ടിച്ചതാ. അപ്പൊ പിന്നെ ഞാൻ മിണ്ടില്ലല്ലോ. നല്ലതും പറയാൻ പറ്റില്ല, ചീത്തയും പറയാൻ പറ്റില്ല. പോട്ടെ മോളെ. സൂര്യ, നമുക്ക് ഇതുപോലെ ഒരു ലോങ് ടൂർ പോകണം കേട്ടോ. ദേ, ഇപ്പൊ എങ്ങനെയുണ്ട്? ഏട്ടത്തി ഇതിന് മത്സരിക്കാനൊന്നും നിൽക്കണ്ട. ഞങ്ങൾ ഒരുപാട് ദൂരൊന്നും പോകുന്നില്ല, ഒരുപാട് ദിവസം നിൽക്കുകയില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഭൂമിയിലെ ഏറ്റവും നല്ല സ്ഥലം ഞാൻ ജനിച്ചു വളർന്ന ആറ്റുവശ്ശേരിയും ഇപ്പൊ ഈ നിൽക്കുന്ന കണിമംഗല. എനിക്കത് വിട്ട് എങ്ങോട്ടും പോണ്ട. എങ്കിൽ പിന്നെ നിങ്ങൾ ഇറങ്ങാൻ നോക്കോ. മുത്തശ്ശി, പോയിട്ട് വരട്ടെ. പൊയ്ക്കോ. സന്തോഷം കിട്ടുന്ന എല്ലാ കാഴ്ചയും കാണണം. ഭക്ഷണമൊക്കെ നന്നായിട്ട് കഴിക്കണം. മുത്തശ്ശി കാത്തിരിക്കാം. അച്ഛാ, ഞങ്ങൾ ഇറങ്ങാം. കമ്പനിയിലെ കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ആവശ്യമുണ്ടെങ്കിൽ അച്ഛനൊന്ന് വിളിച്ചാൽ മതി. എന്തായാലും ഇതൊരു പുതുമയായി. മുമ്പൊക്കെ കമ്പനി കാര്യങ്ങൾ പറയാൻ വിളിച്ചാൽ കമ്പനി എന്ന് തികച്ചു പറയുന്നതിന് മുമ്പേ ഫോൺ കട്ട് ചെയ്യും. രാധിക മോളെ, നീ ഇവനെ മാറ്റിയെടുത്തു കളഞ്ഞല്ലോ. ശരി അമ്മ. സന്തോഷമായിട്ട് പോയിട്ട് വാ മക്കളെ. രാധികെ, യാത്രയുടെ കാര്യം ഫിദാ മേഡത്തോട് പറഞ്ഞോ? അമ്മയോട് പറയാതെ അയക്കൊരു യാത്ര ഉണ്ടോ ഏട്ടാ? അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാ അമ്മയ്ക്ക് പിണക്കം മാത്രമല്ല, കണ്ണീരൊഴിഞ്ഞിട്ട് നേരവും ഉണ്ടാവില്ല. രസം എന്താണെന്നറിയോ? പിതാമ്മയുടെ ഇപ്പൊ ഈ യാത്രയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയിലായിരിക്കും. എന്റെ ദൈവമേ, എന്റെ മോൾ ആദ്യമായിട്ടൊരു യാത്ര പോവുക. അവളുടെ ജീവിതത്തിൽ സന്തോഷം എന്തെന്ന് അവള് കുറച്ച് മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ. ഇപ്പൊ അവൾക്ക് എല്ലാം നേടിക്കൊടുക്കാൻ വരുൺ അവളുടെ കൂടെയുണ്ട്. എപ്പോഴും അവൾക്ക് കൂട്ടായിട്ടുണ്ടാവണേ.
ദൈവമേ. എന്തുപറ്റി ശ്യാമേ? ഞാൻ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കായിരുന്നു. പെട്ടെന്ന് വിളക്കണഞ്ഞെടുത്തി. ഇതിനിപ്പോ ലക്ഷണം കണ്ടുപിടിക്കാനും നിക്കണ്ട. ദേ പുറത്ത് നല്ല കാറ്റുണ്ട്. ഉമ്മരവാതില് ഞാൻ അടച്ചിട്ടതായിരുന്നു. പിന്നെ നേരത്തെ ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോഴേ തിരിച്ചു വന്നപ്പോ മറന്നുപോയത് അടയ്ക്കാൻ. എടുത്തി അങ്ങനെ കയറിയത് അതൊരു ദുർനിമിത്തമല്ലേ? എന്റെ ശ്യാമെ, എല്ലാ കാര്യത്തിനും നിമിത്തം നോക്കാൻ തുടങ്ങിയ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? വിളക്ക് കെട്ടത് സത്യം തന്നെയാ. പക്ഷേ അതുകൊണ്ട് വരുണൻ രാധികയ്ക്കും എന്തെങ്കിലും സംഭവിക്കണമെന്നുണ്ടോ? ദേ, രാധിക വരുണ കെയർ ചെയ്യുന്ന പോലെ വേറെ ആരെങ്കിലും കെയർ ചെയ്യോ? എന്നിട്ട് എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? അതല്ല എടുത്തി, എനിക്ക് എന്തോ വല്ലായ്മ തോന്നോ. ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇതിപ്പോ അവള് കുറച്ചു ദൂരം പോകുന്നു, കുറച്ചു ദിവസം വിട്ടു നിൽക്കുന്നു. അതിന്റെ ഒരു വിഷമം ഉള്ളിലുണ്ട്. അതെങ്ങനെയെങ്കിലും പറഞ്ഞു തീർക്കണം, അത്രയല്ലേ ഉള്ളൂ. അവള് പൊയ്ക്കോട്ടെ എടുത്തി. ലോകം മുഴുവൻ ചുറ്റി നടന്നവള് കാണട്ടെ. അവള് ജനിച്ചപ്പോ ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഞാൻ കാണാത്ത ലോകത്തൊക്കെ അവളെ കൊണ്ട് നടക്കണമെന്നാ. അവളുടെ കണ്ണിലൂടെയും സന്തോഷത്തിലൂടെയും എനിക്കതൊക്കെ കാണാൻ പറ്റണമെന്നോ. എന്നിട്ടോ എനിക്കതിന് യോഗം ഉണ്ടായില്ല. ദേ, ഞാൻ തിരി വീണ്ടും കത്തിക്കാം. ശ്യാമ ഇരുന്ന് പ്രാർത്ഥിച്ചോളൂ. അതെ, ശരിക്കും എന്താ യാത്രയുടെ ഉദ്ദേശം? തന്റെ മനസ്സിൽ ഇപ്പൊ കുറച്ചെങ്കിലും സന്തോഷമുണ്ടോ? കുറച്ചോ? എന്റെ മനസ്സിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. അപ്പോ അതാണ് ഈ യാത്രയുടെ ഉദ്ദേശം. എന്റെ പെണ്ണ് ഹാപ്പി ആയിട്ടിരിക്കുക. പ്രിയങ്ക കണിമംഗലത്ത് തന്നെ എത്രമാത്രം ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്കറിയാം. പിന്നെ താനതൊന്നും കാണിക്കില്ലല്ലോ. അത് ആറ്റുവശ്ശേരി ദേവനാരായണൻ തിരുമേനിയുടെ മകള് കുഞ്ഞുനാൾ മുതലേ ശീലിച്ചാണല്ലോ. എല്ലാം അങ്ങ് സഹിക്കുക. പിന്നെ യാത്രയിൽ എനിക്കൊരു കണ്ടീഷനുണ്ട്. എന്ത് കണ്ടീഷൻ?